സുഭാഷിതം. മലാക്കി പ്രവചനം അവസാന അധ്യായത്തിൽ രണ്ടു കൂട്ടരുടെ ഭാവി എങ്ങനെ നിർണയിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ആരൊക്കെയാണെന്ന് 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഈ രണ്ടു കൂട്ടരുടെയും അവസാനം എങ്ങനെയായിരിക്കുമെന്നാണ് 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തെ സേവിക്കാതെ ദുഷ്ടതയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഈ വാക്യം വിളിച്ചറിയിക്കുന്നത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ധാന്യം മെതിച്ചതിന് ശേഷം ഉപയോഗശൂന്യമായി മാറുന്നതാണല്ലോ താളടി. അത് തീയിലിട്ട് ചുട്ടുകളയുന്നു. അതുപോലെ വേരും കൊമ്പും ശേഷിക്കാതെ അവർ തീക്കിരയായിത്തീരും. മാനസാന്തരപ്പെടുവാൻ പലതവണ ആഹ്വാനം നൽകിയിട്ടും മറുതലിച്ചതിന്റെ ഫലമാണത്. അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും എന്നേക്കുമായി നശിച്ചു പോകും. ആ ദിവസം അവരുടെ ന്യായവിധി ദിവസമാണ്. നിത്യതയുടെ ന്യായവിധി അന്തിമമാകുന്നു. എന്നാൽ ദൈവത്തെ സേവിക്കുന്ന നീതിമാന്മാരായ ജനങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ബട്ട് യു ഹു ഫിയർ മൈ നെയിം the son of righteousness shall arise with healing in his wings, and you shall go out and grow fat like stall-fed cows. ദൈവത്തെ ഭയപ്പെട്ട് പാപത്തെ വെറുത്ത് നീതിയിൽ ജീവിക്കുന്നവർക്ക് നീതി സൂര്യൻ ഉദിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദുഷ്ടരായ ജനത്തിന്റെ നാശത്തെയും മശികയുടെ വരവിനാൽ നീതിമാന്മാർ അനുഭവിക്കുന്ന സന്തോഷത്തെയും കുറിച്ചുള്ള വിവരണമാണ് പ്രവാചകൻ ദീർഘദൃഷ്ടിയാൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ന്യായവിധി അയക്കുന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിരിക്കാം. ദൈവ തേജസ് നഷ്ടപ്പെടുത്തി പാവിയായി തീർന്ന മനുഷ്യനെ ഉദ്ധരിക്കുന്നതിനു വേണ്ടി നീതിമാനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകയില്ല എന്നുള്ള വാഗ്ദത്തവും നൽകി. യോഹന്നാൻ 3:17 പറയുന്നു, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇരുളിനെ സ്നേഹിച്ചവർ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ നീതി സൂര്യനായ യേശു കർത്താവ് തന്റെ ജനങ്ങൾക്ക് രോഗോപശാന്തിയോടെ അവരുടെ മേൽ വാഴും. പ്രിയമുള്ളവരെ, ആ ദിനം എത്രയും വേഗം ആസന്നമായിരിക്കുന്നു. ആകയാൽ നമുക്ക് യേശുവിൽ വിശ്വസിക്കാം, നിത്യജീവൻ പ്രാപിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടും തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടി അങ്ങയോടൊപ്പം നിത്യകാലം ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.